മോനൊന്ന് സമാധാനിക്ക്. കുളിച്ച് ഫ്രഷായിട്ട് വല്ലതും കഴിക്ക്. വേണ്ട, ഞാൻ മീരെ പോയി കണ്ടിട്ട് വരാം. ഓ, വന്ന് കയറിയ ഉടനെ അവളുടെ അടുത്തേക്ക് പോവാൻ അവന് തിടുക്കം. ഇതിനൊന്നും മറുപടി നീ അർഹിക്കുന്നില്ല. ഞാൻ പോയിട്ട് വരാമേ. മോനെ ആദർശ്, നീ ഞാൻ പറയുന്ന കേക്ക്. മീരെ ഞാൻ വിളിക്കാം. ഞാൻ വിളിച്ച അവള് വരും. അവൻ അതൊന്നും പോരമ്മേ. അവിടെ ചെന്ന് ആനയിച്ച് തന്നെ കൊണ്ടുവരണം. നിങ്ങൾ ഇവിടെ നിന്ന് ഇറക്കി വിട്ട സ്ഥിതിക്ക് ഞാൻ പോയി തിരിച്ചു വിളിക്കുന്നത് തന്നെയാ മര്യാദ. അതിന് മീരെ ഞങ്ങൾ ആരും ഇറക്കി വിട്ടിട്ടില്ലല്ലോ. നീ ഇപ്പൊ വന്നതുപോലെ ഇറങ്ങിപ്പോയാ നിനക്ക് അമ്മയെ വിശ്വാസം ഇല്ലെന്നർത്ഥം. ദേ, അമ്മ പറയുന്ന കേക്ക്. അകത്തേക്ക് ചെല്ല, അപ്പോഴേക്ക് മീര വരും. ശരി, അമ്മ മീര വിളിച്ച് സംസാരിക്കും. ഞാൻ സംസാരിക്കാം. ആദർശിന്റെ അമ്മയാണല്ലോ വിളിക്കുന്നത്. ഇവരെന്തിനാ ഇപ്പൊ വിളിക്കുന്നത്? ഹലോ ഹലോ, ബീനയാണോ? അതെ. ഹരി എവിടെ? ഹരിയേട്ടൻ കുളിക്കുക. എന്താ മാഡം? അത് ആദർശ് തിരിച്ചു വന്നു. ആണോ? സന്തോഷ വാർത്തയാണല്ലോ. നടപടിക്രമങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കി ആദർശിനെ വിടാൻ ഉത്തരവായി. തെറ്റ് ചെയ്യാത്ത ഒരാൾ ശിക്ഷ അനുഭവിക്കാൻ പാടില്ലല്ലോ. അതെ അതെ. ആദർശ് വന്നതേ ആദ്യം തിരക്കിയത് മീരയാണ്. ഓ, അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. ഭാര്യയോട് സ്നേഹമുള്ള ഭർത്താവ് ആദ്യം ഭാര്യയല്ലേ അന്വേഷിക്കൂ. ആദർശ് വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോ മീര അവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് മീര ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറയാനാ വിളിച്ചത്. അതിന് മീരയ്ക്ക് ഇവിടെ നിൽക്കാൻ കൊതിയായിട്ട് വന്നതല്ലല്ലോ. നിങ്ങൾ ഹരിയേട്ടനെ വിളിച്ചു വരുത്തി പറഞ്ഞു വിട്ടതല്ലേ. അവൾക്ക് വരാൻ ഒരു താല്പര്യവും ഇല്ലാതിരുന്നിട്ടും നിങ്ങൾ അവളെ പറഞ്ഞയച്ചു. അതെന്തിന്റെ പേരിലായിരുന്നു എന്ന് ഇത്ര പെട്ടെന്ന് നിങ്ങൾ മറന്നുപോയോ? നിങ്ങളുടെ ആങ്ങളെ കുറ്റം പറഞ്ഞു എന്നല്ലേ പറഞ്ഞത്? അത് വെറുതെ ഉണ്ടാക്കി പറഞ്ഞ കുറ്റമല്ലെന്നും ആദർശിനെ ജയിലിലാക്കാൻ പോലും കാരണം അയാളായിരുന്നു എന്നും ഇപ്പൊ തെളിഞ്ഞില്ലേ? ചില തെറ്റിദ്ധാരണകൾ കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാ. ഇനിയിപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് എന്തിനാ ബീന വെറുതെ വാക്കുതർക്കങ്ങൾ ഉണ്ടാക്കുന്നത്? മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ചല്ലേ ചിന്തിക്കേണ്ടത്. അതെ, അത് വളരെ വളരെ ശരിയാ. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തെറ്റ് ചെയ്യാത്തവര് ശിക്ഷ അനുഭവിക്കുന്നത് ശരിയല്ലല്ലോ മാധവി മാഡം. ഇവിടെ ഒരു തെറ്റും ചെയ്യാതെയാ മീര പഴി കേട്ടതും മനസ്സ് വിഷമിപ്പിക്കേണ്ടി വന്നതും എല്ലാം. അതൊക്കെ പോട്ടെന്ന് വയ്ക്കാം. ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങൾ വീണ്ടും വിളിച്ചിട്ട് മീരയോട് തിരിച്ചു വന്നോളൂ എന്ന് പറയുന്നത് ശരിയാണോ? അല്ലാതെ ഞാനിപ്പോ എന്ത് ചെയ്യണോന്നാ ബീന പറയുന്നത്? അവിടെ വന്ന് കാല് പിടിച്ച് മാപ്പ് പറയണോ? മയത്തിൽ സംസാരിക്കുന്നു എന്ന് കരുതി എന്നെ ഭരിക്കാൻ നോക്കരുത് ബീന. നിങ്ങളെ ആരും ഭരിക്കാനൊന്നും വന്നില്ല. സാമാന്യ മര്യാദ പോലും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ സംസാരിക്കുന്നത് കേട്ടപ്പോ പ്രതികരിച്ചു പോയതാ. അവിടെ ഇരുന്നു കൊണ്ട് എല്ലാത്തിനും ഓർഡർ ഇടാൻ നിങ്ങൾ ആരാന്നാ നിങ്ങളുടെ വിചാരം? ജാൻസി റാണിയോ അതോ ചക്രവർത്തിനെയോ? അതെ, നിങ്ങളുടെ അധികാരം കാണിക്കലൊക്കെ നിങ്ങളുടെ കയ്യിൽ അങ്ങ് വെച്ചിരുന്നാ മതി. ഹരിയേട്ടനെ ഇവിടുന്ന് സംസാരിക്കാൻ ഉണ്ടെന്നും പറഞ്ഞ് വിളിച്ചു വരുത്തിയതേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. എന്നിട്ടും അതെല്ലാം ക്ഷമിച്ചതേ മീരെ ഓർത്ത് മാത്രമാ. ഇപ്പൊ ആദർശ് തിരിച്ചു വന്നപ്പോ ഞങ്ങൾ അവളെയും കൊണ്ട് അങ്ങോട്ട് വരണോ അല്ലേ? എന്നാ കേട്ടോ, മീരെ അവിടെ കൊണ്ടുവന്ന് വിടാൻ ഞങ്ങൾക്കിപ്പൊ സൗകര്യമില്ല. ആദർശോ നിങ്ങളോ ആരാന്ന് വെച്ചാ ഇവിടെ വന്ന് മീരെ വിളിച്ചോണ്ട് പോയിക്കോണം. ബീന അതിര് കടന്നാണ് സംസാരിക്കുന്നത്. നാക്കിന് എല്ലില്ലെന്ന് കരുതി എന്തോ തോന്നിയാസം വിളിച്ചു പറയരുത്. ഇതെല്ലാം ക്ഷമിച്ചും സഹിച്ചും കേട്ടു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. ദേ, ആദർശിന്റെ അമ്മയായതുകൊണ്ടാ ഇത്രയും മര്യാദയോടെ ഞാൻ സംസാരിച്ചത്. എന്റെ യഥാർത്ഥ സ്വഭാവത്തിലായിരുന്നു ഞാൻ സംസാരിച്ചിരുന്നെങ്കിലേ നിങ്ങളുടെ ചെവി ഇപ്പൊ പൊട്ടിപ്പോയനെ. വേണ്ട ബീന, പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുന്ന സമയത്ത് ഒരു കാര്യവുമില്ലാതെ പുതിയ ഇഷ്യൂസ് ഉണ്ടാക്കരുത്. മീരെ ഇവിടെ കൊണ്ടുവന്ന് തിരിച്ചുവിടാൻ പറയുന്നതിൽ
ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതിന് നിങ്ങൾക്ക് തെറ്റ് ശരിയും തിരിച്ചറിയാവോന്ന് എനിക്കറിയില്ല. ഓരോന്നിനും ചില നാട്ടു നടപ്പുകളും മര്യാദയൊക്കെ ഉണ്ട്. കുറച്ച് കാശ് കൂടുതലുണ്ടെന്ന് കരുതി അതെല്ലാം മറന്ന് പെരുമാറാവോ? മീരയെ നിങ്ങൾ ഇവിടെ വന്ന് വിളിച്ചോണ്ട് പോണം. അല്ലാതെ അവള് വരുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട. അത്ര വാശിയാണെങ്കിൽ മീര എവിടെ നിൽക്കട്ടെ, മീരയുടെ വാശി ജയിക്കട്ടെ. ഫോൺ ഇങ്ങനെ കേട്ടല്ലോ ബീന. ആരാ വിളിച്ചത്? ഓ, അതാ മാധവി മാഡം. ആണോ? എന്നാ ഞാൻ തിരിച്ചു വിളിക്കാം. ഹരിയേട്ടൻ ധൃതി പിടിക്കണ്ട, ഞാൻ കോൾ അറ്റൻഡ് ചെയ്തിരുന്നു. ആദർശ് തിരികെ വന്നിട്ടുണ്ട്. ആ, ആദർശ് വീട്ടിലെത്തിയോ? എത്തി. അതുകൊണ്ട് മീരെ തിരികെ കൊണ്ടാക്കാൻ പറയാനാ അവര് വിളിച്ചത്. ഞാൻ മീരെ കൊണ്ടുവിടാൻ പറ്റില്ല എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. ബീന എന്തിനാ അങ്ങനെ പറഞ്ഞത്? പറഞ്ഞതിൽ എന്താ തെറ്റ്? അവരല്ലേ മീരെ അവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ഇനി വേണമെങ്കിൽ അവരിങ്ങോട്ട് വന്ന് കൂട്ടിക്കൊണ്ടു പോട്ടെ. എന്തിനാ ബീന അങ്ങനൊരു വാശി? ഇത് വാശിയാണ് ഹരിയേട്ടാ. ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടും അവരല്ലേ നമ്മുടെ മീരയോട് ഇങ്ങനെയൊക്കെ ചെയ്തത്. എന്നിട്ട് അവര് തിരിച്ചു കൊണ്ടുവിടാൻ പറയുമ്പോ നമ്മൾ നാണമില്ലാതെ തിരിച്ചു കൊണ്ടുവിടണോ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ അതിന് സമ്മതിക്കേയില്ല. ഹരിയേട്ടൻ ടെൻഷൻ ആവണ്ട. പറയേണ്ട കാര്യങ്ങൾ പറയണം. നമുക്ക് അവരെക്കാളും പണത്തിന് മാത്രമേ കുറവുള്ളൂ, അല്ലാതെ ആത്മാഭിമാനത്തിന് ഒരു കുറവുമില്ല. എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? മീരമോൾക്കും ആദർശിനെ കാണണമെന്നുണ്ടാവില്ലേ? മീരമോൾക്ക് മാത്രമല്ലല്ലോ, ആദർശനും ആ ചിന്ത വേണ്ടേ? ആ വീട്ടിലും മീര ഇല്ലാന്നറിയുമ്പോ ഇവിടെ വരെ വരേണ്ടത് ആദർശായിരുന്നില്ലേ? അവിടെ നടന്ന കാര്യങ്ങളൊന്നും ആദർശിന് അറിയില്ലല്ലോ. അറിയണം. അല്ലെങ്കിലേ അമ്മയോടും പെങ്ങളോടും ചോദിച്ച് മനസ്സിലാക്കട്ടെ. ആദർശ് ചോദിക്കുമ്പോ എന്തിനാ മീരയെ ഇറക്കി വിട്ടതെന്ന് അവർക്ക് പറയേണ്ടി വരുമല്ലോ. നമ്മുടെ അടുത്തല്ലേ നടക്കും അവരുടെ അഹങ്കാരം. ആദർശിന്റെ അടുത്തത് നടക്കില്ലല്ലോ. എന്തിനാ ബീന ആദർശ് വന്നു കയറിയ ഉടനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇത് അവിടെ ഒരു പ്രശ്നമായാലോ? ആകണം. ഹരിയേട്ടൻ ഇങ്ങനെ പാവമാവാതെ. അങ്ങനെ ആയാ അതിന്റെ ദോഷം നമ്മുടെ മീരയ്ക്കാ. പറയേണ്ട കാര്യങ്ങൾ ആരോടായാലും പറയണം. അല്ലെങ്കിലും അവരോട് രണ്ട് വർത്താനം പറയാൻ ഞാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അവർ ഒറ്റ കാലിൽ നിന്ന് തപസ് ചെയ്താ ഇത്രയും നല്ലൊരു മരുമോളെ കിട്ടുവോ? ഇല്ലല്ലോ. എന്നിട്ടും യാതൊരു മര്യാദയും അവര് നമ്മളോടോ മീരയോടോ കാണിച്ചിട്ടില്ല. അതൊക്കെ കഴിഞ്ഞില്ലേ? പിന്നെ മാധവ മാഡം മീര ഇറക്കി വിട്ടതൊന്നും അല്ലല്ലോ. എന്നെ വിളിച്ച് എന്റെ കൂടെ പറഞ്ഞു വിട്ടതല്ലേ? അതും ആദർശ് വരുന്നതുവരെ. ആദർശ് വന്നപ്പോ അവര് തിരിച്ചു വിളിക്കുകയും ചെയ്തല്ലോ. ഹരിയേട്ടന്റെ നല്ല മനസ്സുകൊണ്ടാ അതിലൊരു കുഴപ്പവും കാണാത്തത്. സാമ്പത്തികമായിട്ട് അവർക്കൊപ്പം നിൽക്കുന്നവരായിരുന്നെങ്കിൽ അവരിങ്ങനെയായിരിക്കോ പെരുമാറുന്നത്? അല്ലല്ലോ. അപ്പോ നമ്മളോട് എന്തും ആവാന്നൊരു ഭാവം അവർക്കുണ്ട്. അതിന്റെ അഹങ്കാരമാ കണ്ടത്. അതെ, ഈ ബീന അനുവദിച്ചു കൊടുക്കില്ല. പിന്നെ മീരെ വിവാഹം ആലോചിച്ച് അവരിങ്ങോട്ടാണ് വന്നത്. അല്ലാതെ ഇത് നമ്മൾ ആലോചിച്ചെന്ന കല്യാണമൊന്നുമല്ല. അവരുടെയും അവരുടെ മകളുടെയും അഹങ്കാരം കണ്ട നമ്മൾ എന്തോ പിച്ചക്കാരാണെന്ന് തോന്നും. അവർക്കുള്ളത്ര പണം ഇല്ലെന്നല്ലേ ഉള്ളൂ, അല്ലാതെ നമ്മൾ തീരെ കുറഞ്ഞ ആൾക്കാരൊന്നുമല്ല. എന്തിനാ ബീന ഇങ്ങനൊരു കമ്പാരിസൺ? ഞാനാണോ ഇതൊക്കെ തുടങ്ങി വെച്ചത്? അവരല്ലേ ഇതിനൊക്കെ കാരണം. ആ മഹാദേവന്റെ കാര്യത്തിലല്ലേ ആദർശിന്റെ അമ്മയ്ക്ക് മീരയോട് ദേഷ്യം വന്നത്. ആ കാര്യത്തിൽ അവരുടെ ഭാഗത്താണ് തെറ്റെന്ന് അവർക്ക് നേരിട്ട് ബോധ്യമായില്ലേ? അപ്പൊ അവരെന്തായിരുന്നു ചെയ്യേണ്ടത്? ആദർശിനെയും കൂട്ടി അവര് ഇങ്ങോട്ട് വരണമായിരുന്നു, അല്ലേ? അതല്ലേ മര്യാദ? ബീന പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അതിൽ കാര്യവുമുണ്ട്. പക്ഷെ നമ്മൾ താഴ്ന്നു കൊടുത്താൽ ഒരു വലിയ പ്രശ്നം ഒഴിവാകുമെങ്കിൽ അത് ചെയ്യുന്നതല്ലേ നല്ലത്? അല്ല, അങ്ങനെ താഴ്ന്നു കൊടുക്കാൻ നിന്നാലേ ജീവിതകാലം മുഴുവനും താഴ്ന്നു കൊടുക്കേണ്ടി വരും. ഇത് കാലം മാറി ഹരിയേട്ടാ. പെൺകുട്ടികൾ ആരുടെ അടിമയൊന്നുമല്ല. പക്ഷെ ബീനെ, ഇനി ദേഷ്യം കൊണ്ട് മാധവ മാഡം വന്നില്ലെങ്കിലോ? പിന്നെ മീരയുടെ ഭാവി എന്താവും? അവര് വന്നില്ലെങ്കിലും ആദർശ് വരും. ആദർശിനെ മീരെ ജീവന, അത് എനിക്കുറപ്പാ. അതുകൊണ്ട് തന്നെയാ ഞാൻ അവരോട് കുറച്ച് വർത്തമാനം പറഞ്ഞത്. എത്ര ദിവസമായിട്ട് ഞാൻ മനസ്സിൽ കരുതി വെച്ചിരിക്കുകയായിരുന്നു അറിയോ? സത്യം പറഞ്ഞാൽ ഇപ്പോഴാ എനിക്കൊരു സമാധാനമായത്. ആരോടും വാശിയും വൈരാഗ്യമൊന്നും കാണിക്കാൻ എനിക്ക് യാതൊരു താല്പര്യവുമില്ല.
എനിക്ക് എൻ്റെ മോളുടെ ഭാവിയാ വലുത്. അവളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത്. അതൊന്നും ഉണ്ടാവില്ല. ഹരിയേട്ടൻ ധൈര്യമായിട്ടിരിക്കെ. ആന്റി, മോനെ, നീ കേസിൽ നിന്ന് രക്ഷപ്പെട്ടതറിഞ്ഞ് ഭഗവാനോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോയതാ ഞാൻ. അറിയാം ആന്റി, അമ്മ പറഞ്ഞു. നിനക്ക് സുഖമാണോന്ന് ചോദിക്കുന്നില്ല. അങ്ങനെ ചോദിക്കാൻ പറ്റുന്ന സ്ഥലത്ത് നല്ലല്ലോ വരുന്നത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇതും ജീവിതത്തിലൊരു പാഠമായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെ വേണം കരുതാൻ. പല പരീക്ഷണങ്ങളും ഉണ്ടാകും. എന്നാലും അവസാന വിജയം സത്യത്തിന് തന്നെയായിരിക്കും. അതെനിക്കും ബോധ്യമായി ആന്റി. ഇങ്ങനൊരു അവസ്ഥ വന്നപ്പോൾ ഞാൻ ശരിക്കും ടെൻഷനായി എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഈശ്വരൻ എന്നെ കൈവിടില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഒരു ദുസ്വപ്നമായിട്ട് കണ്ട് മോൻ അതൊക്കെ മറന്നു കളയണം. എന്നിട്ട് പഴയ ആദർശായി എല്ലാ വിജയങ്ങളും നേടിയെടുക്കണം. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന ഉണ്ടെങ്കിൽ എനിക്കതൊക്കെ സാധിക്കും ആന്റി. എന്റെ പ്രാർത്ഥനയും അനുഗ്രഹവും എന്നും മോന്റെ ഒപ്പം തന്നെയുണ്ട്. സത്യം പറയല്ലോ ആന്റി, ഞാൻ തിരിച്ചു വന്നപ്പോൾ കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആള് ഇവിടെ ഇല്ല. മോന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകും. ആരെയും പഴി പറയാനോ കുറ്റം പറയാനോ ഞാനില്ല. എനിക്കൊന്നേ പറയാനുള്ളൂ, മീര ഒരു പാവമാ. അവള് നിന്റെ ഭാഗ്യമാ. അവളെ വിഷമിപ്പിക്കുന്നതൊന്നും മോന്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല. ഇല്ല ആന്റി, എനിക്ക് മീരെ അറിയാം. എനിക്ക് വേണ്ടി അവൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാം. ഞാൻ കാരണം അവൾ ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല. അത് മതി. മീരയായിട്ട് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. എല്ലാവരുടെയും നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഒരു പാവം കുട്ടിയാ. അതെനിക്കറിയാം. ഇവിടെ ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് ഞാൻ തിരക്കുന്നില്ല. കഴിഞ്ഞതൊക്കെ മറന്ന് സന്തോഷം മാത്രമുള്ളൊരു ജീവിതം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് ശരി. നിനക്ക് കാര്യങ്ങൾ പക്വതയോടെ കൈകാര്യം ചെയ്യാൻ അറിയാം. അത് തന്നെയാ വേണ്ടത്. അവൾ എന്താ എന്നെ കുറിച്ച് കരുതിയിരിക്കുന്നത്? മാധവി ആരെക്കുറിച്ചാ സംസാരിക്കുന്നത്? ആ ബീന. ഞാൻ ഹരിയെ വിളിച്ചപ്പോ ഫോൺ എടുത്തത് ആ ബീനയാ. മീരെ തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞപ്പോ അവരെന്നോട് വളരെ മോശമായിട്ടാ സംസാരിച്ചത്. അപ്പൊ മീര വരില്ലേ? എനിക്കറിയില്ല. അവരുടെ സംസാരത്തില് നീ ചെന്ന് മീരെ ആനയിച്ചു കൊണ്ടുവരണം. അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ മാധവി, മീര ഇവിടുന്ന് പറഞ്ഞയച്ചത് നിങ്ങളല്ലേ? അപ്പൊ അവിടെ പോയി കൂട്ടിക്കൊണ്ട് വരികയാ ചെയ്യേണ്ടത്. അതിന് നമ്മളാരും മീരെ ഒഴിവാക്കിയതല്ലോ, പിന്നെന്താ? അതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ മീരയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോ അവര് പറയുന്നതിൽ തെറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ ഒന്നും ആവശ്യമില്ല. ബീനയുടെ എല്ലില്ലാത്ത നാവിൽ നിന്ന് വന്നതെല്ലാം കേട്ട ശേഷം ആദർശിനെ അവളെ പോയി വിളിക്കണ്ട. അവക്ക് അത്ര വാശിയാണെങ്കിലേ മീര അവിടെ തന്നെ നിൽക്കട്ടെ. അത് പറ്റില്ലമ്മേ. എന്റെ ഭാര്യ കഴിയേണ്ടത് എനിക്കൊപ്പമാണ്. ആന്റി പറഞ്ഞു തന്നെ ശരി. ഹരിയങ്കളുടെയും ബീനാന്റിയുടെയും ഭാഗത്ത് നിന്ന് ചിന്തിച്ചാ അവര് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. ആദർശേ, അപ്പൊ നീ എന്നെ ധിക്കരിക്കുമെന്നാണോ പറഞ്ഞത്? ഇതിൽ ധിക്കാരം എന്താ അമ്മേ? ഞാൻ പറഞ്ഞത് എന്റെ ശരിയാ. അമ്മ മീര ഇവിടുന്ന് പറഞ്ഞയച്ചത് എന്റെ അഭിപ്രായം ചോദിച്ചിട്ടല്ലോ. എന്നിട്ടും അമ്മ പറഞ്ഞതുപോലെ അമ്മ മീരയുടെ വീട്ടിൽ വിളിച്ച് സംസാരിക്കുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തില്ലേ? അവരുടെ തീരുമാനം പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് അവിടെ ചെന്ന് മീരയെ വിളിക്കുന്നതിൽ ഒരു മടിയുമില്ല. അല്ലെങ്കിലും ഈ കാര്യത്തിൽ ഒരു ഈഗോയും നോക്കേണ്ട കാര്യമില്ല. ഇത് സന്തോഷിക്കേണ്ട സമയമാ. എല്ലാ പ്രശ്നങ്ങൾക്കും ശേഷം പഴയ സന്തോഷം നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരേണ്ട സമയം. എന്നാലും ചേച്ചി, അവരെന്നോട് എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? പറഞ്ഞതൊന്നും മീരയല്ലല്ലോ അമ്മേ. അവൾ ഒരിക്കലും അമ്മയോട് മോശമായിട്ട് സംസാരിക്കില്ല എന്ന് എനിക്കറിയാം. ഞാൻ നോക്കേണ്ടത് മീരയും അവളുടെ പെരുമാറ്റത്തെയല്ലേ. ആദർശിന് ഈ ആപത്ത് വന്നതിൽ മാധവിയെ പോലെ തന്നെ, അല്ലെങ്കിൽ അതിലും കൂടുതൽ ദുഃഖിച്ച ആള് മീരമോളാ. ആദർശിനെ രക്ഷിക്കാൻ വേണ്ടി അവൾ ഒരുപാട് അലയുകയും ചെയ്തു. അപ്പൊ ആദർശ് ആദ്യം ചെല്ലേണ്ടത് മീരയുടെ അടുത്തേക്കായിരുന്നു. നമുക്ക് പ്രായമായി, ഇനി ജീവിക്കേണ്ടത് അവരാ. ഇവരുടെ സന്തോഷമുള്ള ജീവിതം കാണുന്നതല്ലേ നമ്മുടെ സന്തോഷം.
ശരി, ഞാനായിട്ട് തടസ്സം നിൽക്കുന്നില്ല. ഞാൻ പോയിട്ട് വരാം. ആദർശേട്ടൻ്റെ അമ്മയോട് ബീനാമ്മ അങ്ങനെ പറയണ്ടായിരുന്നു. ഞാനും അത് തന്നെ പറഞ്ഞത്. നിങ്ങൾ എന്തിനാ അവരെ ഭയക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലായിടത്തും താഴ്ന്നു കൊടുത്താലേ അവരൊക്കെ തലേ കയറിയിരുന്ന് നിരങ്ങും. നമ്മുടെ കാര്യങ്ങള് അതാരുടെ ആണെങ്കിലും മുഖത്ത് നോക്കി പറയാൻ പറ്റണം. അങ്ങനെ വാശി കാണിക്കാൻ അവരാരും നമ്മുടെ ശത്രുക്കളൊന്നും അല്ലല്ലോ ബീനാമ്മേ. ആദർശേട്ടൻ്റെ അമ്മയെന്ന് പറയുമ്പോ എനിക്ക് എന്റെ സ്വന്തം അമ്മയുടെ സ്ഥാനമല്ലേ. അങ്ങനെ ഒരു വിചാരം അവർക്കുണ്ടായിരുന്നെങ്കിൽ നിന്നെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുമായിരുന്നോ? ഞാൻ ഈ പറയുന്നതും ചെയ്യുന്നതും എല്ലാം മീരയുടെ നന്മയ്ക്ക് വേണ്ടിയാ. അത് മനസ്സിലാക്കിയ നിങ്ങൾക്ക് കൊള്ളാം. പിന്നെ ഞാൻ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം എടുത്ത് പറഞ്ഞു പോയത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഞാൻ ആദർശിന്റെ അമ്മയോട് മാപ്പ് പറഞ്ഞ് മീര തിരികെ അവിടെ കൊണ്ടുവന്നാക്കാം. പക്ഷേ ഞാൻ എന്റെ സ്വന്തം മോളെ പോലെ കരുതിയ ആ സ്വാതന്ത്ര്യം എടുത്തതും അങ്ങനെ സംസാരിച്ചതും. ബീന എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? മീര ബീനയുടെ മകൾ തന്നെയാണ്. ഞങ്ങൾ അങ്ങനെ പറഞ്ഞത് ആദർശിന്റെ അമ്മയ്ക്ക് ഈഗോ തോന്നി ബന്ധങ്ങളെ വഷളാവാതിരിക്കാൻ വേണ്ടിയാണ്. ആരോ വന്നല്ലോ. ആദർശ് എത്തിയല്ലോ. ഇപ്പൊ അച്ഛനും മോൾക്ക് സമാധാനായില്ലേ? ആദർശവാ, ഇരിക്കെ. ആദർശ് വരുമോ ഇല്ലയോ എന്നുള്ള ടെൻഷനിലായിരുന്നു ഇവര്. മോൻ എന്തായാലും വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടും ഇവർക്ക് വിശ്വാസമായില്ല. എന്തിനാ അങ്ങനെ ഒരു സംശയം? ഞാൻ ഇവിടേക്കല്ലാതെ എവിടെ പോവാനാ? അല്ല, മോന്റെ അമ്മ വിളിച്ചപ്പോ മീര ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ടു പോണോന്ന് ഞാൻ പറഞ്ഞില്ലേ? അതിനെ അവിടെ ഒരു പ്രശ്നമായി കാണുമെന്നാ മീരയും ഹരിയേട്ടനും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താ ബീന ഇത്? ആദർശ് വന്ന് കയറിയതല്ലേ ഉള്ളൂ, അപ്പോഴിതൊക്കെയാണോ സംസാരിക്കുന്നത്? എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് ആദർശിന് ഇത്തിരി സമാധാനത്തോടെ വരാൻ സാധിച്ചത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ടെൻഷനാക്കുകയാണോ വേണ്ടത്? അതൊന്നും സാരമില്ല. ഇവിടെ സംഭവിച്ച എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എനിക്ക് നല്ല ധാരണയുണ്ട്. ബീനാൻറ്റി പറഞ്ഞു തന്നെ ശരി. എൻ്റെ വീട്ടിൽ നിന്ന് ഞാനില്ലാത്ത സമയത്ത് മീരയെ അങ്കിളിനൊപ്പം ഇവിടേക്ക് അയച്ചെങ്കിൽ ഞാൻ തന്നെ മീരയെ തിരികെ വിളിക്കാൻ വരുന്നതാണ് മര്യാദ. അവിടെ ഒരു ഈഗോയുടെ ആവശ്യമൊന്നുമില്ലല്ലോ. കണ്ടോ, ഇപ്പൊ സമാധാനായല്ലോ. എന്റെ ആദർശ് മോനെ, ഞാൻ ചെയ്തതൊക്കെ വലിയ തെറ്റായി പോയെന്ന് ഇവരുടെ സംസാരം കേട്ടപ്പോ ഞാൻ തന്നെ തെറ്റിദ്ധരിച്ചു പോയി. മീര ഇവിടെ അങ്കിളിനോടൊപ്പം വന്നതിന് ശേഷം സൂരജ് എന്നെ വന്ന് കണ്ട് കാര്യങ്ങളെല്ലാം അറിയിച്ചിരുന്നു. പക്ഷേ ഞാനത് വീട്ടിൽ പറഞ്ഞിരുന്നില്ല. സൂരജിനെ ഞാനാ പറഞ്ഞയച്ചതും വിവരങ്ങളൊക്കെ ആദർശിനോട് പറയാൻ പറഞ്ഞതും. അക്കാര്യം ഞാൻ ഇവിടെ പറഞ്ഞിരുന്നെങ്കിൽ ഹരിയേട്ടനും മീര എന്നെ വഴക്ക് പറയുമായിരുന്നു മോനെ. ആദർശും മീരയും സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനാ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് തടസ്സമാവുന്ന സംഭവങ്ങൾ എന്തുണ്ടായാലും അത് മുഖം നോക്കാതെ ആദർശിനെ അറിയിക്കണമെന്നാ എന്റെ അഭിപ്രായം. അത് ശരിയാ. എന്താണെങ്കിലും എന്നോട് തുറന്നു പറയുന്നതുകൊണ്ട് എന്താ കുഴപ്പം? അതല്ല ആദർശേ, ആദർശിന്റെ മനസ്സിന് വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങൾ തൽക്കാലം പറയേണ്ടെന്ന് മാത്രമേ ഞങ്ങൾ ആഗ്രഹിച്ചുള്ളൂ. ബീനയും സൂരജും കൂടി ആദർശിനെ എല്ലാം അറിയിച്ചിരുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. ഇതെല്ലാം സ്നേഹത്തിന്റെ പേരിൽ സംഭവിക്കുന്നതാ.
അബിയും അമ്മയും ചെയ്തതൊക്കെ ഞാൻ അറിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ വഴക്കാവുമെന്ന് ഓർത്താ അങ്കിളും മീരയും അത് മറയ്ക്കാൻ ശ്രമിച്ചത്. എനിക്കും മീരയ്ക്കും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനാ ആൻറ്റിയും സൂരജും അതിനോട് പറഞ്ഞത്. എന്തായാലും സത്യങ്ങൾ എന്നായാലും എല്ലാവരും അറിഞ്ഞേ പറ്റൂ. അതുകൊണ്ട് അറിയാവുന്ന കാര്യങ്ങൾ അത് സങ്കടം ഉണ്ടാക്കുന്നതാണെങ്കിലും തുറന്നു പറയുന്നതാണ് നല്ലത്. പ്രശ്നങ്ങളുടെ ഭാഗത്ത് നിൽക്കാതെ അതിനുള്ള യഥാർത്ഥ പരിഹാരം എന്താണെന്ന് കണ്ടുപിടിക്കാൻ അപ്പോഴേ നമുക്ക് കഴിയൂ. അതാ മോനെ ശരി. നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ കുടിക്കാനെടുക്കാം. എന്തായാലും ജീവിതത്തിലെ ഒരു വലിയ കഷ്ടകാലം കഴിഞ്ഞല്ലോ എന്നോർത്ത് സമാധാനിക്കാം.